5 തലമുറകളെ കാണുവാൻ ഭാഗ്യം ലഭിച്ച 101 വയസ്സുകാരൻ കുഞ്ഞേപ്പ് ചേട്ടന്റെ മലബാർ കുടിയേറ്റ പോരാട്ടത്തിന്റെ ഓർമ്മകളുമായി നൂറ്റാണ്ടിന്റെ പോരാളി. ഈസ്റ്റർ ദിനത്തിൽ രാവിലെ 8:30. തിരുവുത്ഥാനത്തിൻ്റെ സന്ദർഭങ്ങളെ വിവരിക്കുന്ന കവിതകളെയാണ് ഈസ്റ്റർ ലില്ലികളിലൂടെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അവന്റെ ഉദ്ധാനവും അതുപോലെ അറിയിക്കാനവിടേക്കൊരു ദൈവദൂതൻ വന്നണഞ്ഞല്ലോ. കണ്ണുകൾ ചിമ്മി തുറന്നു ഭ്രമിച്ചവൻ പിന്നെയും പിന്നെയും നോക്കി സംഭ്രാന്തര. സ്വർഗവും ഭൂമിയും ആഹ്ലാദത്തിൽ ആറാടിയ നിമിഷങ്ങളായിരുന്നു ഉദ്ധാനത്തിൻ്റെ നിമിഷങ്ങൾ. ഈസ്റ്റർ ലില്ലികൾ ഈസ്റ്റർ ദിനത്തിൽ രാവിലെ 9 മണിക്ക്. മനുഷ്യന്റെ അധ്വാനം അനുഗ്രഹമായി മാറിയ ദേവാലയം. വിയർപ്പിന്റെ മൂല്യം പണത്തിന്റെ മൂല്യത്തേക്കാൾ ഉയർന്നതെന്ന് തെളിയിച്ച ഒരു കുടിയേറ്റ ജനത. ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാണ് പഴയന്നൂർ ഇടവകയിലെ ജനങ്ങളിലൂടെ. മനസ്സും ശരീരവും സമർപ്പിച്ചൊരുക്കി വിശ്വാസത്തിന്റെ പാറമേൽ പഴയന്നൂർ ഇടവക സമൂഹം ഒറ്റക്കെട്ടായി പണിതുയർത്തിയ ഒരു പള്ളിയുടെ കഥ. വിയർപ്പിന്റെ പള്ളി. ഈസ്റ്റർ ദിനത്തിൽ രാവിലെ 9:30. ഈ ദിനം നമുക്കും ആഘോഷിക്കാം താളമേളങ്ങളോടെ, വാദ്യഘോഷങ്ങളോടെ. എൻ്റെ എല്ലാ പ്രവൃത്തികളിലും നിന്റെ കരസ്പർശം ഉണ്ടായിരിക്കണമേ. അരികിലുണ്ടാകണം നീ സ്നേഹമായി, അരികിലുണ്ടാകണം നീ. ഹോളി ചാൻറ്റ് ഈസ്റ്റർ ദിനത്തിൽ വൈകിട്ട് 5 മണിക്ക്. അനാഥത്വത്തിന്റെ വേദന പേറുന്ന ചുവന്ന തെരുവിലെ മക്കൾക്ക് ആശ്രയമേകുന്ന ബോംബെ നവജീവന്റെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ ചുവന്ന തെരുവുകളിലെ കുഞ്ഞുങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പ്രസ്ഥാനമാണ് നവജീവൻ എന്ന് പറയുന്നത്. Navjivan made me a real person in my life. നവജീവൻ ഈസ്റ്റർ ദിനത്തിൽ വൈകിട്ട് 6 മണിക്ക്. കൊച്ചുറപ്പായി സ്പീക്കിംഗ്. കൊച്ചുറപ്പായി ചേട്ടൻ 60ന്റെ പടിവാതിൽക്കിലെത്തി. വൈദ്യശാസ്ത്രത്തെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് കൊച്ചുറപ്പായി ചേട്ടൻ ജീവിച്ചിരിക്കുന്നു. അടച്ചിട്ട മുറിയില്ല, കാലിൽ ചങ്ങലപ്പൂട്ടില്ല. ഈ വീട് റപ്പായി ചേട്ടന്റെ സ്വർഗമാണ്. ഇത് കൊച്ചുറപ്പായിയുടെ മാത്രം കഥയല്ല. ഈ സ്വർഗത്തിലെ അമ്മ വേറോനിക്കയുടെയും അനുജൻ തോബിയാസിന്റെയും ഭാര്യ റോയ്സിയുടെയും മക്കളുടെയും കഥയാണ്. ഈ ഈസ്റ്റർ ദിനം കൊച്ചുറപ്പായി ചേട്ടന്റെ വീട്ടിൽ നമുക്ക് ആഘോഷിക്കാം. കൊച്ചുറപ്പായി സ്പീക്കിംഗ് ഈസ്റ്റർ ഞായറാഴ്ച രാത്രി 7:30.